ഹലോ അസ്സാം വലൈക്കും. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. നേരം വെളുത്തപ്പോഴും നല്ല അടിപൊളി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് കുട്ടികൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതാ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുമ്പോൾ രണ്ടാമത്തെ മോൾക്ക് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഓഫീസിൽ കമ്പനിയിലൊന്നല്ല കേട്ടോ. അത്താണി മെഡിക്കൽ കോളേജിലേക്കുള്ള പണിയാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ള മിലു എന്ന് പറഞ്ഞ പൂച്ചക്കുട്ടി അവളെ ഒന്ന് മാന്തി. അപ്പോൾ ഞാനിന്ന് അവളായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ അത്താണിക്കൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത്. എന്തായാലും വേണ്ടില്ല, വഴിയും ചോദിച്ച് പോവാം. പിന്നെ നമ്മുടെ റോഡൊക്കെ ഇപ്പോഴത്തെ റോഡൊക്കെ സൂപ്പർ റോഡാണല്ലോ. അപ്പോൾ ഞാനും അവളും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് പോയ ഇഞ്ചക്ഷൻ എത്ര അടിക്കും, എങ്ങനെ അടിക്കും, എന്തൊക്കെ അടിക്കും, എത്ര കൊണ്ട് കിട്ടും എന്നൊക്കെ ഉള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ വഴിയും ചോദിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയിട്ടോ. ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് പഴയ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. ഇവിടെ ഹാർട്ടിൻ്റെ സെക്ഷനാണ്, നിങ്ങൾ അപ്പുറത്ത് പോയിക്കോന്നും പറഞ്ഞ് അവിടുന്ന് ഒരു ചേട്ടൻ ഞങ്ങൾ അവിടുന്ന് പറഞ്ഞയച്ചു കേട്ടോ. എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തി റിയാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സൂചി എടുത്തു. ഒരു 10-20 മിനിറ്റ് അവളെ ഒബ്സർവറിൽ ഇരുത്തിയിട്ടോ, എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോയെന്ന്. അപ്പോൾ ഒരു സൂര്യനെ വരച്ച് കൊടുത്തിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞ് മെയിൻ സൂചി എടുത്തിട്ട് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ കുറേ വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ അവളെ സൂചി വെക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ടെൻഷനായി. എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വരുന്ന വഴിക്ക് ഒരു സോഡ സർബത്തും ഒരു പപ്സും തിന്നു കേട്ടോ. അതാണ് പിന്നെ ഒരു സമാധാനം കിട്ടിയത്. സത്യം പറയുകയാണെങ്കിൽ ഹോസ്പിറ്റൽ കേസൊന്നും ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ.